ഹായ്, നമ്മളിതാ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചുണ്ട് തോരനാണ് കേട്ടോ. ഇന്ന് നിങ്ങളവിടെ കൂമ്പെന്നായിരിക്കാം പറയണത്, പക്ഷേ എനിക്കറിയുന്നത് ചുണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഈ ചുണ്ട് തോരൻ നമ്മളിന്ന് വെക്കാൻ പോകുന്നതാണ്. അപ്പം അതിനുള്ള ആ സാധനങ്ങളെല്ലാം അതിലുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് നമ്മൾ കളഞ്ഞ് ഒന്ന് സെറ്റാക്കിയാണ് കേട്ടോ. സെറ്റാക്കിയതിന് ശേഷം ഇതാ നമ്മൾ മൊത്തവും കളയുന്നില്ല. ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനകത്തുള്ള ആ ഒരു തേൻ നുകരുന്ന ഭാഗത്തുണ്ടല്ലോ, അതിൻ്റെ ആ മുകളിലുള്ള ആ നൈസായിട്ടുള്ള ഭാഗം നമ്മൾ ഇത്ര മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചിലവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ മൊത്തം എടുക്കും, മഞ്ഞപ്പൂ മാറ്റി അതിനുള്ള അതൊക്കെ മാറ്റിയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ അത് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം അതാകുമ്പം ഒത്തിരി ഇതായിട്ട് വരത്തില്ല, ചിലത് നല്ലതായിട്ട് ചവയ്ക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാനത് മാത്രമായിട്ട് എടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാവത്തില്ലായിരിക്കാം, അപ്പം അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ അത് മാത്രമായിട്ട് അങ്ങ് കളയുവാണ് കേട്ടോ. ഇതാകുമ്പോൾ കുഴപ്പമൊന്നും നമുക്ക് പ്രശ്നമില്ല. അത് നൈസായിട്ടുള്ള ഭാഗമായതുകൊണ്ട് പിള്ളേർക്ക് പോലും ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം, വയറിന് പ്രശ്നങ്ങളുമില്ല. അതിന് ശേഷം നമ്മളത് കൂമ്പ് മൊത്തത്തിൽ നമ്മൾ അരിഞ്ഞ് പറക്കുകയാണ് കേട്ടോ. അരിഞ്ഞ് നല്ലതായിട്ട് മൊത്തത്തിൽ സെറ്റാക്കി അത് നമുക്ക് നന്നായിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് മെയിനായിട്ടുള്ള ചെയ്യേണ്ടത്, നമുക്കിതിൽ നാരുകളുണ്ട്. അത് കണ്ടോ, ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, നാരുകൾ ഇങ്ങനെ തൂങ്ങി ഉള്ളതുണ്ട്. അപ്പം നമുക്കിനി അത് എടുക്കണം. അതെടുക്കാൻ വലിയ പാടൊന്നുമില്ല. കണ്ടോ, നാരുകൾ കിടക്കുന്നത് കണ്ടോ, അതെടുക്കാൻ വലിയ പാടൊന്നുമില്ല. അതിനുള്ള ട്രിക്ക് ഞാൻ പറയാം. നമുക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ കണ്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് സെറ്റാക്കുകയാണ് കണ്ടോ. ഒത്തിരി അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മറിക്കണം. അതിനകത്ത് എല്ലായിടത്തും എണ്ണ പറ്റുമ്പോൾ തന്നെ നമുക്കത് ഫീലാവും, എല്ലാം വേർതിരിഞ്ഞ് വരുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, നേരത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ നോക്കുമ്പോൾ. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റിംഗ് ആയിട്ട് നമുക്കത് കയ്യിൽ കിട്ടും. ചിലവരുണ്ട് ചീനിച്ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുക, ഇങ്ങനെ ചുമ്മാ ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു ഈർക്കിലിയോ വെച്ച്. പക്ഷേ ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇത് എണ്ണ രണ്ട് കയ്യിലും പുരട്ടിയതിന് ശേഷം അങ്ങനെ അതിനെ ഉരുട്ടി അതിനെ ആ നാര് മാത്രം നമ്മുടെ കയ്യിലെത്തും. അപ്പോഴത്തേക്ക് തരികൾ വരുന്നുണ്ടോ, അതാണ് മെയിൻ. നമുക്ക് വേണ്ടത് അത് മാത്രമാണ്. അപ്പം നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അതാണ് പെർഫെക്റ്റായിട്ട് കണ്ടോ, അതിൻ്റെ നാര് നമ്മുടെ കയ്യിൽ എത്തുന്നുണ്ട് കണ്ടോ. നാര് മറ്റേത് നല്ല പെർഫെക്റ്റിംഗ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കണ്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല നൈസിങ് ആയിട്ട് എല്ലാം ഒരു ഒന്നുമില്ലാത്തതുപോലെ ഉണ്ടാക്കി. ഞാൻ പിന്നെ നമ്മുടെ സ്പെഷ്യലാണ് പയർ പുഴുങ്ങിയത് കണ്ടോ. ഇതാണ് നമ്മുടെ പയർ പുഴുങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പയറിട്ട തോരൻ. അപ്പം അതിനുണ്ട് ഇത്തിരി 1/2 കപ്പ് തേങ്ങ, ജീരകവും പച്ചമുളകും, ചെറു ജീരകമാണ് കേട്ടോ ഇട്ടേക്കുന്നത്, ചെറിയ ജീരകം. അതിനുശേഷം 2 ഇണക്ക് വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ വേണ്ടത് ഇത്തിരി ഉപ്പാണ്. നമ്മുടെ ആവശ്യത്തിന് പയറിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അല്പം ഉപ്പിട്ടാൽ മാത്രം മതി, നമ്മൾക്ക് ഇട്ടാൽ മതി. അതിനുശേഷം കണ്ടോ, അതിനകത്തിട്ടത് കൊണ്ട് തന്നെ നല്ലതായിട്ട് തന്നെ അതിനകത്തിടുക. അതിനുശേഷം മഞ്ഞൾ കുറച്ച് ഇടണം. മഞ്ഞളിട്ടതിന് ശേഷം നമുക്ക് അരച്ച് സെറ്റാക്കി നമ്മൾ കടുക് ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിനകത്ത് കറിവേപ്പിലയിട്ട് സെറ്റാക്കി. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ചുണ്ട് തോരൻ്റെ ആ ഒരു ഇത് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം കേട്ടോ. നന്നായിട്ട് വേവണം. നമുക്കത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിക്കണം കേട്ടോ. വേവണം നന്നായിട്ട്. കണ്ടോ, ആ ഒരു വെന്ത് സെറ്റാക്കാം. ഏകദേശം ഒരു പരുവം എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ തേങ്ങയുടെ അരപ്പങ്ങിട്ട് കൊടുക്കാം. തേങ്ങയുടെ അരപ്പിട്ട് സെറ്റാക്കാം. കണ്ടോ, നമ്മൾ അരച്ച് വെച്ച അരപ്പും നമ്മളതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞു. അതും നന്നായിട്ടൊന്ന് ഇനി ഒന്ന് ആ പച്ചമണം മാറണം. തേങ്ങയുടെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ എന്നിട്ട് സെറ്റാക്കി വെക്കണം. അപ്പം അതും ഒന്ന് വെന്ത് സെറ്റാവും. 5 മിനിറ്റ് അങ്ങനെ അടഞ്ഞിരിക്കട്ടെ. അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് തുറക്കാം. തുറന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കണ്ടോ, അതിൻ്റെ വേവ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ പിന്നെ ഓൾറെഡി പയർ പുഴുങ്ങി വെച്ചിരിക്കുന്നത് കൊണ്ട് അത് വെന്ത് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പയറെടുത്ത് നമുക്ക് തട്ടി
അതും നമുക്കൊന്ന് ഇളക്കാം. പിന്നെ ഇനി അധികം വേവൊന്നും വേണ്ട, എല്ലാം നന്നായിട്ട് വെന്തു സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇതാ ഉച്ചയ്ക്ക് ചോറിന് തോരനും പിന്നെ സാമ്പാറുണ്ടായിരുന്നു, മാങ്ങാച്ചറുണ്ടായിരുന്നു, മീൻ കറിയും ഉണ്ടായിരുന്നു. അതും കൂട്ടി ഒരു പിടി ഞാനങ്ങ് പിടിച്ചിട്ടോ. അപ്പം ഈ ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.